ഹായ് ഗൈഡ്സ്, ദൂരെ ആ കാണുന്ന ദ്വീപിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ പരളി. വലിയ പരളിയിലെ അത്ഭുത ദൃശ്യങ്ങൾ ഞങ്ങൾ കാണാൻ ത്രില്ലിംഗ് ആയിട്ട് പോവുകയാണ്. എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും അവിടെ ഉള്ളതെന്ന് ഞങ്ങൾ ഡിസ്കവർ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ വലതുവശത്ത് കാണുന്നത് ബംഗാരം ദ്വീപാണ്. ബംഗാരം ദ്വീപിൻ്റെയും തിന്നക്കര ദ്വീപിൻ്റെയും അടുത്തായിട്ടാണ് വലിയ പരളിയും ചെറിയ പരളിയും സ്ഥിതി ചെയ്യുന്നത്. ബംഗാരം തിന്നക്കര ദ്വീപുകളിൽ ധാരാളം ടൂറിസ്റ്റ് ഹട്ടുകൾ നിർമ്മിക്കുന്നത് കാണാം. താജ് ഹോട്ടലിന് ഇത് കൈമാറുകയാണ് ചെയ്യുന്നത്. ഹായ് ഗൈഡ്സ്, ഇന്ന് ഞങ്ങൾ നല്ലൊരു ത്രില്ലിംഗ് ട്രിപ്പിലാണ്. ജോയ് സാറും ഫ്രണ്ട്സുമായിട്ടൊരു 14 അംഗ സംഘമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഞങ്ങളുടെ ബോട്ട് ലീഡ് ചെയ്യുന്ന ക്യാപ്റ്റൻ ആഷിഖ് ഇക്കയാണ്. ആഷിഖ് ഇക്ക, അതുപോലെ ഞങ്ങളുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള പയ്യന്മാർ. ഇപ്പോൾ നമുക്ക് കാണാം തിന്നക്കര ദ്വീപ്, ബംഗാരം ദ്വീപ്, ദൂരെ വലിയ പരളിയും ചെറിയ പരളിയും, 4 ദ്വീപുകളുടെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്തെല്ലാം അത്ഭുതങ്ങളാണ് ചെറിയ പരളിയിലും വലിയ പരളിയിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളോടൊപ്പം ഉള്ള സ്രാങ്ക് ആഷിഖ്. ഈ ആഷിഖ് ഇക്ക ഞങ്ങൾക്ക് വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞങ്ങളോടുള്ളൊരു നല്ല സൗഹൃദ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ പരളിയിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണ ട്രിപ്പിൽ എങ്ങനെ പോകാറില്ല. വലിയ താങ്ക്സ്, ரொம்ப താങ്ക്സ്. ഇതാ വലിയ പരളിയുടെ മനോഹാരിതയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അത്ഭുതങ്ങൾ നിറഞ്ഞ വലിയ പരളിയുടെ തീരത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. തെങ്ങുകൾ നിബിഡമായ ഒരു ദ്വീപാണ് ഇത്. ജനവാസമില്ലാത്ത അതിസുന്ദരമായ ഒരു കോറൽ ഐലൻഡാണ് പരളി. ബംഗാരം തിന്നക്കര ദ്വീപുകൾക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പിറ്റി ദ്വീപിൻ്റെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് ഇതിന് ഉള്ളതും. വലിയ പരളി എന്നാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. തൊട്ടടുത്തായി കാണുന്ന ചെറിയ ദ്വീപിനെ ചെറിയ പരളി എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. നല്ല കായ്ബലമുള്ള തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന ദ്വീപാണ് ഇത്. വലിയ പരളിയിൽ കാലുകുത്തിയ ത്രില്ലിങ്ങിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. ആൾത്താമസമില്ലാത്ത ഒരു കൊച്ചു ദ്വീപ്. മനോഹരമായ കടലുകൾ, നല്ല ലഗൂൺ പ്രദേശമാണ് ഈ ദ്വീപിന് ചുറ്റുമുള്ളത്. ഹായ്, പറയേ, എങ്ങനെയുണ്ട് വലിയ പരളിയിൽ എത്തിയിട്ടുള്ള അനുഭവം? ചെറിയൊരു ദ്വീപ്. നമ്മളങ്ങനെ വലിയ പരളിയിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം 14 യാത്രികരാണുള്ളത്. വളരെ രസകരമായ ഒരു അനുഭവമാണ് വലിയ പരളി. തൊട്ടടുത്ത് തന്നെ ചെറിയ പരളിയുണ്ട്. ബംഗാരം തിന്നക്കര ദ്വീപുകളുടെ ഒരു ഓരം ചേർന്നാണ് ഈ 2 കൊച്ചു ദ്വീപുകളുള്ളത്. സാധാരണ യാത്രികരെ ഇങ്ങോട്ട് എത്താറില്ല. ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഇവിടെ എത്തിയതാണ്. വളരെ ത്രില്ലിംഗ് ആയ, വളരെ രസകരമായ, ബ്യൂട്ടിഫുള്ളായ ഒരു അനുഭവമാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആധിപത്യം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അധികം ആളുകൾ കാല് കുത്തിയിട്ടില്ലാത്ത പരളി ദ്വീപിലാണ് എത്തിയിരിക്കുന്നത്. എന്താണ് അനുഭവം? അടിപൊളി. എന്താണ്? ഓക്കെ. ആ സുഹൃത്തുക്കളെ, ഇവിടെ കാണുന്ന ഈ കല്ലുകൾ മുഴുവൻ കോറലിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതെല്ലാം ഓരോരോ, ഇപ്പോൾ ജോയ് സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഓരോ ജീവികളുടെ അവശിഷ്ടങ്ങളാണ്. ആക്ച്വലി ഇത് കല്ലാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ കല്ലല്ല, ജീവികളുടെ അവശിഷ്ടങ്ങളാണ്. ഓക്കെ, പരളി ദ്വീപിലെ കോറൽ അവശിഷ്ടങ്ങളാണിത്. എത്ര മനോഹരമായ കല്ലുകളാണെന്ന് നോക്ക്. പക്ഷേ ഇത് കണ്ടാൽ കല്ലാണെന്നാണ് നമ്മൾ വിചാരിക്കുക. ഇത് കാൽസ്യം കണ്ടൻറ്റ് കൂടുതലുണ്ട്, കല്ലല്ല, ജീവിയുടെ അവശിഷ്ടങ്ങളാണ് ഇത്. മനോഹരമായ വ്യത്യസ്തങ്ങളായ ജീവരൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ജീവ അവശിഷ്ടങ്ങളാണ് ഉള്ളത്. പരളിയിലെ കല്ലുകൾ എന്ന് ഇതിന് പറയാം, കോറൽ അവശിഷ്ടങ്ങൾ. കടലാമ ധാരാളമുള്ളൊരു സ്ഥലമാണിത്. കടലാമകൾ മുട്ടയിടുന്നതിന് വേണ്ടി കുഴി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. ഈ കുഴികളെല്ലാം കടലാമകളുടെ കുഴിയാണ്. അടുത്തടുത്ത് കുറേ കുഴികൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് കടലാമകൾക്കുള്ളത്. ഈ കുഴികൾ കാണുന്നതെല്ലാം കടലാമകളുടെ കുഴികളാണ്.
കോറൽ പാരഡൈസ് എന്നാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത്. ധാരാളം കോറൽ ഗാർഡനുകൾ നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. സ്നോർക്കലിങ്, ഗ്ലാസ് ബോട്ടിങ്, സ്കൂബ ഡൈവിങ് തുടങ്ങിയ ആക്ടിവിറ്റിയിൽ കൂടി എല്ലാം കടലിൻ്റെ മാസ്മരിക സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. കോറൽ അവശിഷ്ടങ്ങൾ ധാരാളമായി അടിഞ്ഞു കൂടി കിടക്കുന്ന ഒരു ദ്വീപാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് കോറൽ ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മതി സാർ, ഞങ്ങളുടെ ലൈഫിൽ ആദ്യമാണ് ഇത്തരത്തിൽ മനോഹരമായൊരു സൈറ്റ് സീൻ കാണാൻ പറ്റുന്നത്. താങ്ക് യു ഗ്ലോബൽ ട്രാവലിംഗ് ഏജൻസി. ഇനിയും ഞങ്ങൾ അടുത്ത ട്രിപ്പിൽ എന്തായാലും ഉണ്ടാവും. 100%. സംഘാണ് കേട്ടോ. അല്ലേ? കൽപ്പറ്റി, ബംഗാരം, തിന്നക്കര, വലിയ പരളി, ചെറിയ പരളി ദ്വീപുകളൊക്കെ അഗത്തി ദ്വീപിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അഗത്തി ദ്വീപിൻ്റെ ഭരണപ്രദേശത്തിന് കീഴിലാണ് ഇത് വരുന്നത്. അഗത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഭൂമിയുണ്ട്, ഇവിടെ ജനവാസമില്ല. അഗത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ തെങ്ങിൻ തോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ജനങ്ങൾ അധിവസിക്കുന്നില്ല. പക്ഷേ ഈ സ്ഥലമൊക്കെ നോക്കുന്നതിന് ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഹായ് ഗൈഡ്സ്, അഗത്തിയിൽ താമസിക്കുന്ന ഒരാൾ, അഗത്തിയിൽ നിന്ന് ഈ വലിയ പരളിയിൽ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരാളുടെ വീടാണ് ഈ കാണുന്നത്. അദ്ദേഹം മാത്രമാണ് ഈ ദ്വീപിലുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, അഗത്തിയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെ കാണുന്ന തെങ്ങ് എല്ലാം പരിപാലിക്കുകയും തെങ്ങിൻ്റെ വിളവ് എടുത്ത് നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അഗത്തിയിലെ പല ആളുകളുടെയുമാണ് ഇവിടെയുള്ള തോട്ടങ്ങൾ, പല ആളുകളുടെ ഉടമസ്ഥതയിലാണ് ഇവിടെയുള്ള തെങ്ങിൻ തോട്ടങ്ങൾ. അപ്പോൾ ഇവിടെ അദ്ദേഹം കോഴിയെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു വീടായിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി പോലും ഇവിടെ ഇല്ല, ഒരു താമസക്കാരൻ പോലും ഈ ദ്വീപിലില്ല, ഈ വലിയ പരളി ദ്വീപിലില്ല. നമുക്ക് ഇതിൻ്റെ ഈ പരിസരങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഇതാണ് ആ വീട്. ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇവിടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, കട്ടിലുകൾ ഒക്കെ. ഇതൊക്കെ അദ്ദേഹം കിടക്കുന്നതിന് വേണ്ടി തട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. PVC പൈപ്പും കൊണ്ടാണ് ഇതിൻ്റെ തൂണുകളൊക്കെ. തെങ്ങിൻ്റെ തടിയാണ് ഇതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓലമടലും കൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂരയൊക്കെ മേഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിതലില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലം ഇങ്ങനെ നിലനിൽക്കും. ഇതൊക്കെ തെങ്ങിൻ്റെ ഇതാണ്. അദ്ദേഹത്തിന് വിശ്രമിക്കുന്നതിനുള്ള കട്ടിലുകൾ ഒക്കെ ഇവിടെയുണ്ട്. ഇത് കോഴിക്കൂടാണ്. ഇവിടെ കോഴിക്കൊന്നും പ്രത്യേക പട്ടിയോ കുറുക്കനോ അങ്ങനത്തെ ജീവികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോഴിയൊക്കെ സേഫായിട്ട് ഇങ്ങനെ അഴിഞ്ഞ് നടക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീടാണ്. ഇവിടെയാണ് അദ്ദേഹം അടുക്കള. മീനൊക്കെ പിടിച്ച് ഇവിടെ ഗ്രില്ല് ചെയ്ത് ചുട്ട് കഴിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അടുക്കളയാണ്. കാണുന്നതാണ് ചെറിയ പരളി. ഇപ്പോൾ നമ്മൾ വലിയ പരളിയുടെ രണ്ട് സൈഡും കണ്ടു കഴിഞ്ഞു. ധാരാളം കോറൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ദ്വീപാണ് ഈ വലിയ പരളി. ചെറിയ പരളി ദൂരെ നമുക്ക് കാണാൻ കഴിയും. ആ ചെറിയ പരളി നമുക്ക് ദൂരെ കാഴ്ച ഒന്ന് കാണാം. ഇവിടെ നിന്ന് വലിയ പരളിയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. പഴയ പ്രേമകാല ജീവിതമൊക്കെ ഒന്ന് ഓർമ്മ വരുന്നുണ്ടോ?
തീർച്ചയായും. എങ്ങനെയുണ്ട്? അടിപൊളി.